സമരത്തിന് സംഭാവന നൽകിക്കൊണ്ട് ഒരു കൊച്ചുമിടുക്കൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഞാൻ എന്നും രാത്രി ഇവിടെ വരുന്നുണ്ട്. കൊച്ചുമിടുക്കൻ്റെ ഈ ഒരു ചെറിയൊരു സംഭാവന വലിയ രീതിയിൽ അമ്മമാർക്കും സന്തോഷം പകരുന്നതാണ്. ഈ ഒരു സ്കോളർഷിപ്പ് ഒരു ചെറിയ തുകയാണ് എങ്കിലും ആ ഒരു 500 രൂപ കൊടുക്കാനുള്ള ആ ഒരു മനസ്സ് എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. നിരന്തരം ഈ സമരത്തിന് അധിക്ഷേപവുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭരണകൂടവും കൊച്ചുമിടുക്കൻ്റെ ഈ ഒരു മനസ്സിനെ കാണേണ്ടതുണ്ട്. നമസ്കാരം. ആശാവർക്കർമാരുടെ സമരം 41-ാം ദിവസം എത്തി നിൽക്കുകയാണ്. വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ അവരുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കും വരെ അവർ സമരമുറയുമായി കടുപ്പിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നിരാഹാര സമരം തുടങ്ങിയിട്ട് ഇന്നേക്ക് 3-ാം ദിവസം പിന്നിടാൻ പോവുകയാണ്. എന്തായാലും നിരവധി പ്രതിസന്ധികളിലൂടെ തന്നെയാണ് ഈ ആശാവർക്കർമാർ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ സമരത്തിന് സംഭാവന നൽകിക്കൊണ്ട് ഒരു കൊച്ചുമിടുക്കൻ 3-ാം ക്ലാസ്സുകാരൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം സ്വദേശിയാണ്. അർണവ് എന്നാണ് പേര്. മോനെ, എങ്ങനെയാണ് ഈ സമരമുണ്ട് എന്നൊക്കെ അറിയുന്നത് എങ്ങനെയാണ്? ഞാൻ എന്നും രാത്രി ഇവിടെ വരുന്നുണ്ട്. വരാറുണ്ട്. തിരുവനന്തപുരത്ത് തന്നെയാണ് വീട്? ആ, തിരുവനന്തപുരത്ത് തന്നെയാണ്. എത്രയല്ല, 3-ാം ക്ലാസ്സിലാണ്? 3-ാം ക്ലാസ്. വാർത്തയൊക്കെ കാണാറുണ്ട് ഈ അമ്മമാരുടെ? ഉണ്ട്. ഇത് എന്തിൻ്റെ സ്കോളർഷിപ്പാണ്? PCM സ്കോളർഷിപ്പ്. PCM. എത്ര രൂപ കൊടുത്തു? 500. ഇത് ആരാ ഈ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു? മോൻ തന്നെ? ഞാൻ തന്നെ. രാത്രിയൊക്കെ ഇവിടെ വരാറുണ്ട്? എല്ലാ രാത്രിയും വരാറുണ്ട്. ആരുടെ കൂടെ വരാറ്? അമ്മയുടെ കൂടെ വരാറ്. അമ്മ ആശാവർക്കറാണോ? അല്ല, അമ്മ ആശാവർക്കേഴ്സിന് പിന്നെ പിന്തുണ നൽകുന്ന ആളാണ്. ആശയല്ല. ഏത് സ്കൂളിലാണ് അമ്മ പഠിക്കുന്നത്? സർവോദയ. പഠിക്കാൻ മിടുക്കനാണോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. അതറിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. ക്ലാസ് ടീച്ചറൊക്കെ ആരാ? അത് ഞങ്ങളുടെ ഹിന്ദി ടീച്ചർ. എന്തായാലും ഇപ്പോൾ 500 രൂപ നൽകിയിരിക്കുകയാണ്. അമ്മമാരൊക്കെ എന്ത് പറഞ്ഞു? ഇവിടെ എന്ത് പറഞ്ഞു? ഭയങ്കര സന്തോഷമായിരുന്നു. ഓക്കെ. എന്തായാലും ഈ കൊച്ചുമിടുക്കൻ്റെ ഈ ഒരു ചെറിയൊരു സംഭാവന വലിയ രീതിയിൽ അമ്മമാർക്കും സന്തോഷം പകരുന്നതാണ്. കാരണം നിരന്തരം ഈ സമരത്തിന് അധിക്ഷേപവുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭരണകൂടവും ഈ ഒരു കൊച്ചുമിടുക്കൻ്റെ ഈ ഒരു മനസ്സിനെ കാണേണ്ടതുണ്ട്. കാരണം അവരിൽ വരെ ഈ അമ്മമാരുടെ സമരത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ചുള്ള ഒരു ബോധം ഉണ്ട് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ആ കുഞ്ഞു മനസ്സിൽ വരെ ഈ അമ്മമാരുടെ കഷ്ടപ്പാടിനെക്കുറിച്ച് ഈ ഒരു കൊച്ചുമിടുക്കൻ പോലും ചിന്തിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു സ്കോളർഷിപ്പ് ഒരു ചെറിയ തുകയാണ് എങ്കിലും ആ ഒരു 500 രൂപ കൊടുക്കാനുള്ള ആ ഒരു മനസ്സ് എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. കാരണം 41 ദിവസമായി ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടാൻ വേണ്ടി സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം കിടക്കുകയാണ്. വെയിലെന്നോ മഴയെന്നും ഒന്നും തന്നെ ഇല്ലാതെ കാലാവസ്ഥയൊന്നും തന്നെ വകവയ്ക്കാതെ അവർ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് നിരാഹാര സമരമെല്ലാം ആരംഭിച്ചത്. ഇതിന് പിന്നാലെയും ഈ ഒരു സമരത്തിന് പിന്നാലെ നിരവധി അധിക്ഷേപങ്ങൾക്ക് വിധേയമാകുന്നു. ഇക്കഴിഞ്ഞ ദിവസം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരല്ല, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മഴവിൽ സഖ്യമാണ് എന്നുള്ള തരത്തിലെല്ലാം തന്നെ അധിക്ഷേപങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കുഞ്ഞു മനസ്സ് വരെ ഈ അമ്മമാരുടെ മനസ്സിനെ അവരുടെ ഒരു നിലവിളിയെ കേട്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും അർണവ് വലിയൊരു മനസ്സിനുടമയാണ്. പുതിയ തലമുറയ്ക്ക് വളരെ വലിയ സന്ദേശമാണ് ഈ ഒരു സർക്കാരിന് നൽകുന്നത്. വളരെ വലിയൊരു സന്ദേശമാണ് എന്നതിൽ സംശയമില്ല. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.